FC വേർഷൻ 1, FC16, യോജി FC എന്നൊക്കെയാണ് പറയാം. നമ്മുടെ സ്വന്തം വണ്ടിയാണ്. കഴിഞ്ഞൊരു FC വേർഷൻ 2ൻ്റെ കസ്റ്റമൈസേഷൻ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ഇത് കേട്ടോ. നമ്മുടെ FC16 എന്തൊക്കെ കസ്റ്റമൈസേഷൻസ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ 2015 വണ്ടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 80,000 കിലോമീറ്റർ എബോവ് ആയി. 80,000 ആയി കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, എൻ്റെ ഒരു വീഡിയോ ചെറുതൊരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. എന്തൊക്കെയായിരുന്നു FC എടുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കസ്റ്റമൈസേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ് ചെയ്തിരിക്കുന്ന എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടും അതുപോലെ കുറച്ച് ലുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല റെഡ് കളറിൽ അവിടെ തിളങ്ങി കാണാൻ പറ്റും രണ്ട് സാധനങ്ങൾ. ഒന്ന് ഹാൻഡിൽ ബാർ റൈസറാണ്, ഒന്ന് ഈ ഒരു റെഡ് ലിവറാണ്. ഇത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ലിവർ ആയിരുന്നു. ബട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. കുറച്ച് ഉപദ്രവമുള്ള ഒരു സാധനമാണ്. കാരണം ബിൽഡ് ക്വാളിറ്റി മോശമാണ് ഇതിൻ്റെ ഈ നട്ടൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും തന്നെ ഊരിപ്പോയി. ഞാൻ കുറച്ച് ഓഫ് റോഡൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ സാധനം എൻറ്റയർലി മൊത്തം ഇതിൻ്റെ നട്ടൊക്കെ അങ്ങ് ഊരിപ്പോയിരുന്നു. അതുകൊണ്ട് ലുക്ക് വൈസ് ഓക്കെയാണ് ഈ സാധനം. എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. റെഡ് ലിവർ, പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ റൈസർ. ഇത് അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല ഈ ഒരു സാധനത്തിനെ പറ്റി. ഇത് ഞാനിങ്ങനെ തപ്പി ചെന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഭാഗ്യത്തിന് റെഡ് കളർ തന്നെ കിട്ടി. ഇപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിൾ അല്ല. ഫ്ലിപ്കാർട്ടിൽ കറൻ്റ്ലി അവൈലബിൾ അല്ല. ആമസോണിൻ്റെ കേസ് അറിയില്ല. പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഈ നമ്പർ പ്ലേറ്റ് കുറച്ചുകൂടെ ഹൈറ്റിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ 2 ഫോഗ് ലൈറ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട് സെക്ഷനിൽ കുറച്ച് സ്പേസ് വരും. സോ അവിടെ വേണം എനിക്ക് ഫോഗ് ലൈറ്റ് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വേറൊരു പീസ് വെച്ച് കുറച്ച് മുകളിലോട്ട് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ സൈഡ് ഒറിജിനൽ എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാലുള്ള ഡിസൈൻസ്. ബാക്കി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പം ഡിസ്കവറിൻ്റെ ടെയിൽ മറ്റേ ഗ്രാബ് റെയിൽ വെക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പീസ് മൊത്തം ഓൾമോസ്റ്റ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കണം. പിന്നെ ടയർ ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ടയർ ഫ്രണ്ടിൽ ഇപ്പോൾ കിടക്കുന്ന 120 ആണ്. പക്ഷേ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ആൽഫയാണ് കേട്ടോ. അതായത് അപ്പോളോ ആൽഫ H1. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ആ 2 ടയറാണ്. ആൽഫ H1 ഫ്രണ്ടിൽ 110ഉം ബാക്കിൽ 150. അടാറ് ടയറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം കിടക്കുന്നത് സ്റ്റോക്ക് ടയർ തന്നെ, ഒരു കാര്യമില്ല, തീർന്ന സാധനം. ആൽഫ അടുത്തതൊന്ന് ഇറക്കണം. ബാക്കിൽ മറ്റേ 150 ഫ്രണ്ട് 110ഉം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിപ്പം ജസ്റ്റ് ഒരു ട്രാക്ക് ടയർ ചുമ്മാ ഇട്ട് നോക്കാമെന്ന് കരുതിയിട്ട് ട്രാക്ക് ടയർ എടുത്തിട്ടതാണ്. പക്ഷേ ഇത് കുറച്ച് വള്ളിയായിപ്പോൾ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ആ ടയർ കടക്കാരൻ എന്നെ തെറി പറഞ്ഞു, എന്തിനാ ഈ വയ്യാവീലിയൊക്കെ വലിച്ച് തലയിൽ വെക്കുന്നതെന്നൊക്കെ ചോദിച്ച്. കുറച്ച് വള്ളിയായിരുന്നു ആ സാധനം കിടക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റണം. 110 തന്നെ ആക്കണം. ബാക്കിൽ 150 ആക്കണം അപ്പോളോ. അത്രയൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ്. ആന്തരിക അവയവങ്ങൾക്കൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാം സ്റ്റോക്ക് സാധനങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ കൊണ്ടു നടക്കാറുണ്ട്. സോ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് വണ്ടിയുടെ ഒരു ലുക്ക് അതുപോലെ തന്നെ നിലനിന്നോളും. നിങ്ങൾ വണ്ടി ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ ഡീസൽ വാഷോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ നോക്കുക. ഇത്രയൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ള കസ്റ്റമൈസേഷൻസ്. പറയത്തക്ക രീതിയിൽ കേട്ടോ. അധികം ഒന്നും ചെയ്തിട്ടില്ല. വളരെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നത് FC16 ആണ്. കൂടുതൽ എന്തെങ്കിലും വണ്ടിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വണ്ടിയായതുകൊണ്ട് കയ്യിൽ വണ്ടി എപ്പോഴും ഉണ്ട്. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വണ്ടിയുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പാഷെ അതുപോലെ നമ്മുടെ പൾസർ 220, കരീഷ്മ, ഇതൊക്കെ തപ്പുന്നുണ്ട്. വണ്ടികളൊന്നും കിട്ടുന്നില്ല. കണക്ഷൻ വഴി ആർക്കെങ്കിലുമൊക്കെ ഈ വണ്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പറയാം. ഫുൾ ലെങ്ത് റിവ്യൂവിന് വേണ്ടിയിട്ട് ഈ മെയിൻ സ്ട്രീം വണ്ടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇതിലോട്ടൊക്കെ ഒന്ന് ഫുൾ ലെങ്ത് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കയറി വരാനായിട്ട്. പക്ഷേ വണ്ടികൾ കിട്ടുന്നില്ലാത്തൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് വണ്ടികൾ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കി നല്ല സെറ്റപ്പ് ആക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.